2013 സഹപ്രവർത്തകയായ യുവതിയെ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ ലിഫ്റ്റിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെ ശിക്ഷാവിധിയുടെ ഇളവ് തേടി കോടതിയിൽ ദയ അപേക്ഷിച്ച് തെഹൽക്ക മാഗസിൻ മുൻ എഡിറ്ററും മുതിർന്ന അന്വേഷണാത്മക മാധ്യമപ്രവർത്തകനുമായ തരുൺ തേജ്പാൽ. തനിക്കിപ്പോൾ 62 വയസ്സായി എന്നും തന്നെ ഒരു ഇരയായാണ് കരുതുന്നതെന്നും അദ്ദേഹം ബോംബെ ഹൈക്കോടതിയുടെ ഗോവ ബെഞ്ചിന് മുന്നിൽ വാദിച്ചു. കേസിൽ കടുത്ത വിധി വരാതിരിക്കാൻ സ്വയം വാദിക്കുകയായിരുന്നു അദ്ദേഹം. 2021 ഗോവ സെഷൻസ് കോടതി തേജ്പാലിനെ പൂർണ്ണമായും വെറുതെ വിട്ട വിധി തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ഗോവ സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് ഹൈക്കോടതിയുടെ നിർണായക വിധി പുറത്തുവന്നത്. വിചാരണ കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് ഹൈക്കോടതി അദ്ദേഹത്തെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത്. 2013 നവംബർ 7-8 തീയതികളിൽ ഗോവയിലെ ഹോട്ടലിൽ തെഹൽക്ക സംഘടിപ്പിച്ച തിങ്ക് ഫെസ്റ്റ് വാർഷിക പരിപാടിക്കിടെ ഹോട്ടലിലെ ലിഫ്റ്റിനുള്ളിൽ വെച്ച് തേജ്പാൽ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ പരാതി. തുടർന്ന് അതേ വർഷം നവംബർ 30-നാണ് ഗോവ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. കോടതി വിധി പ്രസ്താവിച്ച ശേഷം ശിക്ഷ നിശ്ചയിക്കുന്നതിനുള്ള വാദത്തിനിടെയാണ് തേജ്പാൽ കോടതിയോട് ദയ യാചിച്ചത്. എനിക്ക് 62 വയസ്സായി, ഞാനൊരു ഇരയാണെന്നാണ് കരുതുന്നത്. എനിക്കൊരു ഭാര്യയുണ്ട്, കൂടുതലൊന്നും പറയാനില്ല. ഞങ്ങൾക്ക് ഇനി മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ട്, എന്നോട് ദയ കാണിക്കണം. ബാക്കി എല്ലാ വസ്തുതകളും കോടതി രേഖകളിൽ ഉണ്ടല്ലോ എന്നാണ് കോടതിയിൽ തേജ്പാൽ അപേക്ഷിച്ചത്. അതേസമയം ഇരയായ യുവതി തുടർച്ചയായി നോ എന്ന് പറഞ്ഞിട്ടും തേജ്പാൽ അതിനെ വകവയ്ക്കാതെ അതിക്രമം തുടരുകയായിരുന്നുവെന്ന് ഗോവ സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ ശക്തമായി വാദിച്ചു. അതിനാൽ തേജ്പാലിന് നിയമപ്രകാരമുള്ള പരമാവധി ശിക്ഷ തന്നെ ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. തേജ്പാലിനെതിരെ മറ്റ് കുറ്റകൃത്യങ്ങളോ മുൻകാല പരാതികളോ നിലവിലില്ലെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കിയപ്പോഴാണ് തേജ്പാൽ നേരിട്ടിടപെട്ട് കോടതിയുടെ ദയാഹർജി ഉന്നയിച്ചത്. എന്നാൽ തേജ്പാലിന്റെ ദയാഹർജിയെയും അഭിഭാഷകന്റെ വാദങ്ങളെയും കണിശമായി എതിർത്ത സോളിസിറ്റർ ജനറൽ ഗുരുതരമായ നിരീക്ഷണങ്ങൾ കോടതിക്ക് മുന്നിൽ വെച്ചു. ഒരു വലിയ മാധ്യമ സ്ഥാപന തലവന്റെ പദവി ദുരുപയോഗം ചെയ്താണ് ഇയാൾ കേവലം ഒരു തുടക്കക്കാരിയായ ജീവനക്കാരിയോട് അതിക്രമം കാണിച്ചെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം മകളുടെ പ്രായമുള്ള പെൺകുട്ടിയോടാണ് ഒരു പിതൃതുല്യ സ്ഥാനത്ത് നിൽക്കേണ്ടയാൾ ഈ ക്രൂരമായ കുറ്റം ചെയ്തത്. ആദ്യ ദിവസം ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും തൊട്ടടുത്ത ദിവസവും അദ്ദേഹം അത് വകവെക്കാതെ പീഡനം തുടർന്നു. ഒരു പെൺകുട്ടി നോ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നോ എന്ന് തന്നെയാണ് എന്ന വ്യക്തമായ സന്ദേശം സമൂഹം ഈ വിധിയിലൂടെ ഉൾക്കൊള്ളണം. അതിനാൽ ഇയാൾക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നും തുഷാർ മേത്ത വാദിച്ചു. അരുൺ തേജ്പാലിനെ ബലാത്സംഗ കേസിൽ വെറുതെ വിട്ട ഗോവയിലെ വിചാരണ കോടതി വിധി ബോംബെ ഹൈക്കോടതിയാണ് പൂർണ്ണമായും റദ്ദാക്കിയത്. കേസിൽ ഇരുഭാഗത്തു നിന്നും ദീർഘമായ വാദം കേട്ട ശേഷമാണ് ജസ്റ്റിസുമാരായ ഡോക്ടർ നീല ഖോഖലെ, അമിത് ജാംസൻടേക്കർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ചരിത്രപരമായ വിധി പറഞ്ഞത്. 2017 മാപ്സ കോടതിയിലാണ് ഈ കേസിന്റെ ആദ്യഘട്ട വിചാരണ ആരംഭിച്ചത്. തുടർന്ന് 2021 തെളിവുകളുടെ അഭാവം ചൂണ്ടിക്കാട്ടി വിചാരണ കോടതി തേജ്പാലിനെ വെറുതെ വിട്ടു. ഇതിനെതിരെയാണ് സംസ്ഥാന സർക്കാർ ഒട്ടും വൈകാതെ ഹൈക്കോടതിയെ സമീപിച്ചതും അനുകൂല വിധി സമ്പാദിച്ചതും.